സ്വർണ്ണ വ്യാപാരി അരുൺ മാർക്കോസ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ്. ഈ സ്വർണ്ണവില ഇപ്പോൾ 2-3 ദിവസമായി തന്നെ കുറഞ്ഞ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ട്രെൻഡ് തുടരും എന്നുള്ളത് പ്രതീക്ഷിക്കണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കുറച്ചും കൂടി വില താഴുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ സ്വർണം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോ സ്വർണം വാങ്ങാനായിട്ട് കറക്റ്റായിട്ട് പറ്റുന്ന സമയമാണ്. നല്ല വിലയിൽ നല്ല കുറവുണ്ടായിട്ടുള്ളൂ. ഈ കുറവ് പരമാവധി പ്രയോജനപ്പെടുത്തി ആളുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വർണം വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോ ഡിമാൻഡ്, അതായത് സപ്ലൈ വലിയ തോതിലായിട്ടുണ്ട്. ആളുകൾ ഒരുപാട് സ്വർണം വിൽക്കാൻ വരുന്നു. പക്ഷെ സ്വർണം വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള ഒരു കുറവ് ഉള്ളതുകൊണ്ട് സ്വർണം വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്കൊരു വില ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനെ അതിജീവിക്കാൻ ആളുകളെ സംബന്ധിച്ച് സ്വർണം വാങ്ങേണ്ട ആളുകൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങി ആ ലാഭം ഉപയോഗപ്പെടുത്തുക. സ്വർണം വിൽക്കേണ്ട ആളുകളെ സംബന്ധിച്ച് 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് വിലയൊന്ന് സ്റ്റഡി ആയിട്ട് വിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിക്കേണ്ട ഒരു വില അവർക്ക് ലഭിക്കില്ല. സ്വർണം വാങ്ങുന്ന ആളുകൾക്ക് അങ്ങനെ അവസ്ഥ. അവര് വാങ്ങിയ സാധനങ്ങൾ കഴിഞ്ഞ കുറച്ച് 2-3 ദിവസമായി വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ അവർക്ക് വിൽക്കാൻ പറ്റാതെ അവരുടെ കയ്യിലും അത് ഡെഡായിട്ടിരിക്കുന്നു. അത് ഭീമമായ നഷ്ടം അങ്ങനെ വ്യാപാരികൾ നേരിടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ 2 ലക്ഷത്തിലേക്കൊക്കെ സ്വർണം എത്തും എന്നുള്ള ഒരു ആശങ്കക്കിടയിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കുറവ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറഞ്ഞു 1 ലക്ഷത്തിൽ താഴെ എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവില് അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു സ്വർണ്ണ വിലയിൽ താഴ്ന്ന നിലയിലേക്ക് പോകുന്നത്, ആ ഒരു ട്രെൻഡ് കാണിക്കുന്നത്. പക്ഷെ ആ ട്രെൻഡ് വലിയ ഒരു താഴ്ചയിലേക്ക് കൊണ്ട് എത്തിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം വലിയൊരു ഇതുവരെ ഈ സ്വർണ്ണത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും ലോകത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും സ്വർണ്ണ വിലയെ അത് വലിയ തോതിൽ താഴോട്ടടിക്കുന്ന ഒരു ഇത് കണ്ടിട്ടേ ഇല്ല. ഇത് ആദ്യമായിട്ടാണ് ഈ യുദ്ധം ഉണ്ടായ സമയത്ത് സ്വർണ്ണ വില താഴേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതൊരു താൽക്കാലിക പ്രതിഭാസം എന്ന് തന്നെ ആണ് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഇതിൽ മാറ്റമുണ്ടാവും. ഇതുവരെ ഡിമാൻഡ് അങ്ങോട്ട് പ്രോപ്പറായിട്ട് ആവാത്തത് കൊണ്ടാണ് വിലയില് ഒരു ഉയർച്ച ഉണ്ടാവാതിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ആളുകളെ സംബന്ധിച്ച്, സാധാരണ ആളുകളെ സംബന്ധിച്ച് ഇപ്പോ നമ്മള് വലിയ പ്രതിസന്ധിയാണ് സ്വർണ്ണ വ്യാപാരികൾ നേരിടുന്നത്. സ്വർണത്തിന്റെ വിൽപ്പന വലിയ തോതിൽ നടക്കാത്ത ഒരു സമയമായിരുന്നു. കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ സ്വർണ്ണ വിലയിലെ വർധന വന്നതോടുകൂടി സ്വർണ്ണ വിൽപ്പന വലിയ തോതിൽ, അതായത് ഏകദേശം 50%-60% ഒക്കെ വരെ കുറഞ്ഞ്, അല്ലെ അതിനും താഴേക്ക് ഒക്കെ കുറഞ്ഞ് വെറും നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഒരു 25% അല്ലെ അതിൽ താഴെ മാത്രം വിൽപ്പന നടക്കുന്ന ഒരു സമയമായിരുന്നു. അതിലും പല ദിവസങ്ങളിലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരു കസ്റ്റമർ പോലും വരാത്ത അവസ്ഥ കൂടി ഉണ്ടാകുന്ന ഈ സമയത്ത് അവർ പിടിച്ചു നിന്നിരുന്നത് ഈ സ്വർണം വിൽക്കാൻ വരുന്ന സ്വർണം വാങ്ങി അത് വിൽക്കുന്നതിലൂടെയായിരുന്നു. ഇപ്പൊ അതും പറ്റാത്ത അവസ്ഥയിലേക്കായി. സ്വർണം വാങ്ങാനായിട്ട് പണം ലഭ്യമല്ല, ഇത് വാങ്ങിയിട്ട് ഇത് തിരിച്ച് നൽകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ചെറുകിട സ്വർണ്ണക്കടക്കാരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് മുതൽ ബാക്കിയെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങൾ അവരുടെ സ്റ്റോക്ക് വലിയ ഹോൾസെയിൽ പാർട്ടികൾക്ക് തിരിച്ച് റിട്ടേൺ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പണം കണ്ടെത്തിയൊക്കെ ആണ് പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ വളരെ മോശം അവസ്ഥയിലൂടെയാണ് സ്വർണ്ണ വ്യാപാരികൾ ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഇപ്പൊ സ്വർണത്തിന് വില കുറഞ്ഞു നിൽക്കുമ്പോൾ സ്വർണം വിറ്റിരുന്ന ആളുകൾ, വിൽക്കാൻ വന്നിരുന്ന ആളുകൾ അത് ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് വാങ്ങാൻ ഇനിയും ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? അതായത് സ്വർണം വാങ്ങാനായിട്ട് ആളുകൾ തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ആളുകൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് വില കുറയുന്നുണ്ട്, കൂടുതൽ കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ. അതിനോടൊപ്പം അതിന് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ സ്വർണം വിൽക്കാൻ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. ആ എത്തുന്ന സ്വർണം പരമാവധി ജ്വല്ലറികളൊക്കെ തന്നെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എടുക്കുന്നത് കൂടുതൽ വലിയ ഉത്പാദകരിലേക്കൊക്കെ മറിച്ച് വിറ്റ് അത് പണമാക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരാഴ്ച ആരംഭിച്ചപ്പോൾ, യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ
സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അത് ആ ഒരു പ്രതിസന്ധി മൂലം സ്വർണം വാങ്ങി വയ്ക്കുന്ന സ്വർണ്ണക്കടകളിൽ നിന്ന് അവർക്കിത് അത് കൈമറിക്കാനായിട്ട് സാധിക്കില്ല. ഓരോ ദിവസം വലിയ തോതിൽ സ്വർണ്ണവില കുറയുന്നു, കൈമറിയുന്നില്ല, കയ്യിൽ തന്നെ ഇരിക്കുന്നു. കയ്യിലുള്ള പണത്തിന് എടുത്ത സ്വർണം കയ്യിലിരിക്കുന്നു, വേറെ പണമായിട്ടില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ വലിയ തോതിൽ വില കുറയുമ്പോൾ അത് ഈ ആളുകളെ വലിയ ഭീമമായ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തുകയാണ്. ഈ എന്താ പറയുന്നത്, ഈ കൂനുമേൽ കുരുവെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവർക്ക് ഈ അവസാന ആണി സ്വർണ്ണക്കടക്കാരുടെ മേളിൽ അടിക്കുന്ന തരത്തിലാണ് ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്നത് പ്രതിസന്ധി. സാധാരണ ചെറുകിടക്കാരൊക്കെ ഈ സ്വർണം വിൽക്കാൻ വരുന്നതൊക്കെ വാങ്ങിയൊക്കെയാണ് പിടിച്ചു നിന്നിരുന്നത്. അതുപോലും സാധ്യമല്ലാത്ത തരത്തിലേക്ക് വിപണിയിൽ ഒരു വലിയ ചേഞ്ച് ആണ് ഈ ഒരാഴ്ച യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഉണ്ടായിരിക്കുന്നത്. ശരി, വളരെ നന്ദി അരുൺ മാർക്കോസ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.